ഓക്കെ, ഞാൻ സ്പ്ലിറ്റ് ടെൻസൈൽ സ്ട്രെങ്തിന്റെ ടെസ്റ്റ് ആയിരിക്കും എടുക്കുന്നത്. മിസ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സിമെന്റിന്റെ എക്സ്പെരിമെന്റ് ആയിരിക്കും നിങ്ങൾക്ക് എടുക്കുക. ഓക്കെ, അത് ഒന്നാമത്തെ കാര്യം. ഈ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് മീറ്റ് റെക്കോർഡിങ്. ഞാൻ നിങ്ങൾക്കും സ്വന്തമായിട്ട് തന്നെ ലാപ്ടോപ്പിൽ കാണുന്നവർക്ക് മീറ്റ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഗൂഗിൾ മീറ്റിന്റെ ഡയറക്ട്ലി റെക്കോർഡ് ചെയ്യണമെങ്കിൽ അതിന് ലൈസൻസ് വേണം. ഞാൻ ഇപ്പം ലക്ഷ്മി എൻ്റെ അടുത്ത് ചോദിച്ചത് കൊണ്ട് ഞാനിപ്പോ എല്ലാവർക്കും കൂടി ആയിട്ട് പറയുക. ആർക്കെങ്കിലും ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോ ഏതെങ്കിലും ഒരു സബ്ജക്ട്, ഏതെങ്കിലും റെക്കോർഡഡ് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ താമസിച്ചുവെങ്കിൽ ക്ലാസ്സിൽ ഒരാൾ റെഗുലർ ആയിട്ട് മാറി മാറി റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മ്യൂച്വലി തന്നെ ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾ ഫാക്കൽറ്റീനെ ഡിപ്പെൻഡ് ചെയ്യണം റെക്കോർഡിങ്സിന് വേണ്ടി എന്ന് നിർബന്ധമില്ല. എന്റെ സബ്ജക്ട് ഞാൻ എന്തായാലും റെക്കോർഡ് ചെയ്യാം. വേറെ ഏതെങ്കിലും സബ്ജക്ട്സ് ഒക്കെ റെക്കോർഡ് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ ഞാൻ ഈ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ OBS റെക്കോർഡർ എന്ന് പറഞ്ഞിട്ട് OBS സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഈസിലി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സോഫ്റ്റ്വെയർ ആണ്. സ്ക്രീൻ റെക്കോർഡിംഗ്. ഇപ്പോൾ ഞാനിപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യും, ഞാൻ സംസാരിക്കുന്ന റെക്കോർഡ് ചെയ്യും, നിങ്ങളിപ്പോൾ അൺമ്യൂട്ട് ചെയ്ത് എന്ത് സംസാരിച്ചാലും അതും റെക്കോർഡ് ചെയ്യുന്ന രീതിയിലാണ് ഈ സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുക. ട്യൂട്ടോറിയൽസ് ഒക്കെ ഉണ്ട് ഇതിന്റെ ഫംഗ്ഷനിങ്. വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഇമേജിൽ ഈ സോഴ്സസ് എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ നിങ്ങൾ ഡിസ്പ്ലേ ക്യാപ്ചറും ഇൻപുട്ട് ഓഡിയോ ഇൻപുട്ട് ക്യാപ്ചറും കൂടി ആഡ് ചെയ്യണം. എനിക്കിവിടെ മൈക്ക് ഓർ ഓക്സ് എന്ന് കാണിച്ചിരിക്കുന്നത് ഞാൻ ഇയർഫോൺ ഇപ്പൊ കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ കാണിച്ചിരിക്കുന്നത്. ചില ഓഡിയോ ഇൻപുട്ട് ക്യാപ്ചർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് ഓഡിയോ ഇൻപുട്ട് ക്യാപ്ചർ മൈക്ക് ഓർ ഓക്സ് ആഡ് ചെയ്യാം. അപ്പൊ എനിക്കിവിടെ 2 മൈക്ക് ഓർ ഓക്സ് വന്നു, അതിന്റെ ആവശ്യമില്ല. എനിക്ക് ഒരെണ്ണം റിമൂവ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്യണം എന്നുള്ളത് ഓർക്കുക. പിന്നെ ഇവിടെ ഒരു ആംപ്ലിറ്റ്യൂഡിന്റെ ഒരു ഗ്രാഫ് കാണും. ഇത് ആക്ച്വലി ഞാൻ മൈക്ക് കുത്തിയിരിക്കുന്നതുകൊണ്ടാണ് അത് ഡിറ്റക്ട് ചെയ്യാത്തത്. അത് ഇങ്ങനെ നമ്മൾ സംസാരിക്കുന്ന അനുസരിച്ച് ഇതിങ്ങനെ ആംപ്ലിറ്റ്യൂഡ്സ് കാണിച്ചുകൊണ്ടിരിക്കും. വേറെ സെറ്റിംഗ്സ് ഒന്നും മാറ്റണ്ട. സ്റ്റാർട്ട് റെക്കോർഡിംഗ് കൊടുത്തു കഴിഞ്ഞാൽ റെക്കോർഡിംഗ് ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ആവും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പൊ റെക്കോർഡിംഗ് 2 minutes 19 seconds ആയിട്ട് വന്നിട്ടുണ്ട്. മേ ബി ചിലപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ വളരെ ചെറുതായിട്ടായിരിക്കും കാണുന്നത്. എന്നിട്ട് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സെറ്റിംഗ്സിനകത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോൺ കാണിക്കാം. ഓക്കെ, ഈ ഔട്ട്പുട്ട് ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ വാല്യൂസ് തന്നെയാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തിയാൽ മാത്രം മതി. ഞാൻ നിങ്ങൾക്ക് ഇത് ഈ ക്ലാസ്സിന്റെ റെക്കോർഡഡ് കാണുമ്പോഴത്തേക്കും ഇത് നോക്കിയാൽ മതി, പോസ് ചെയ്തിട്ട് നോക്കിയാൽ മതി. റെക്കോർഡിംഗ് പാത്ത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഇതിപ്പോ ഇവിടെ അൺഎഡിറ്റബിൾ ആയിട്ട് കാണിക്കുന്നത് കറന്റ് റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. ഈ റെക്കോർഡിംഗ് ക്വാളിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോ ഹൈ ക്വാളിറ്റി മീഡിയം ഫയൽ സൈസ് ആണ് ഇട്ടിരിക്കുന്നത്. ഇതാണ് ഏറ്റവും ലോ ആയിട്ടുള്ള ക്വാളിറ്റി. പിന്നെ ഇൻഡിസ്റ്റിംഗ്വിഷബിൾ ക്വാളിറ്റി, വെരി ലാർജ് ക്വാളിറ്റി എന്ന് പറഞ്ഞ് 2 എണ്ണം കൂടി ഉണ്ട്. അതിനനുസരിച്ച് വീഡിയോ ഫയലിന്റെ സൈസ് കൂടും. റെക്കോർഡിംഗ് ഫോർമാറ്റ് MP4 ചെയ്യാൻ ശ്രമിക്കുക. അതാവുമ്പോൾ ഏത് ഡിവൈസിലും അത് പ്ലേ ആയിക്കോളും. മൊബൈലിൽ നിങ്ങൾ പ്ലേ ചെയ്യാൻ നോക്കിയാൽ MP4 ഫോർമാറ്റിലാണെങ്കിൽ പ്ലേ ആവുന്ന ഇഷ്യൂ വരില്ല. ഓക്കെ, അപ്പോൾ ഈ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫുൾ സ്ക്രീനും ഇൻക്ലൂഡിങ് ഓഡിയോ വീഡിയോ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ വേറെ ഏതെങ്കിലും ഒക്കെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇതുപോലെ റെക്കോർഡ് ചെയ്യണം എന്നുള്ള റിക്വയർമെന്റ് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരാൾക്ക് വീട്ടിൽ ഇരുന്ന് കമ്പ്യൂട്ടറിൽ തന്നെ കാണുവാണെങ്കിൽ റെക്കോർഡ് ചെയ്യാവുന്നതാണ്. OBS സ്റ്റുഡിയോ എന്നാണ് ഈ സോഫ്റ്റ്വെയറിന്റെ പേര്. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ ഇനി ക്ലാസ്സിലോട്ട് പോവാണ്. അപ്പൊ എല്ലാവരും വന്നല്ലോ അല്ലെ? അപ്പൊ ഞാൻ ഈ ക്ലാസ് ഈ സെയിം ലിങ്കിൽ തന്നെ ഞാൻ MT ലാബും സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പൊ ഞാനൊരു 10 ഇന്ന് ഞാൻ 2:50 2:55 ആകുമ്പോൾ നിർത്താം. 3:05 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം MT ലാബ്. ഓക്കെ, ഈ ലിങ്കിൽ തന്നെ നിങ്ങൾ നിന്നാ മതി. ഓക്കെ, അപ്പൊ നമുക്കിനി കുറച്ച് ക്വസ്റ്റ്യനും കൂടെ ചെയ്യാനുണ്ട്. ആക്ച്വലി ഇത്രയും കുറച്ചധികം ക്വസ്റ്റ്യൻസ് നമ്മൾ ഇരിക്കുന്നുണ്ട് MT ലാബില്. പക്ഷെ എല്ലാ സൈഡിൽ നിന്നും ക്ലിയർ ചെയ്ത് പോവാം. ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കുന്നത് കുറച്ച് കൂടുതലാണ് എനിക്കറിയാം. എന്നാലും നമുക്കിത് റെഡിയാക്കി പോയാൽ മതി. ഓക്കെ, ഞാൻ എന്തായാലും നിങ്ങൾക്ക് പോർഷൻ ലാഗ് ഒന്നും ചെയ്യത്തില്ല. നിങ്ങൾ ഒരു ഡേറ്റ് പ്രയർ ആയിട്ട് പറഞ്ഞാൽ ആ ഡേറ്റിനനുസരിച്ച് എങ്ങനെയാണെങ്കിലും ഞാൻ പോർഷൻ തീർത്തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പോർഷൻ കഴിഞ്ഞാൽ ഫസ്റ്റ് മൊഡ്യൂൾ തീരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കൺസിസ്റ്റന്റ് ഡീഫോർമേഷനും പിന്നെ കുറച്ച് തിയറിറ്റിക്കൽ കാര്യങ്ങളും കൂടെ പറഞ്ഞാൽ സെക്കൻഡ് മൊഡ്യൂൾ തീരും. സെക്കൻഡ് മൊഡ്യൂളിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നുള്ള 3 മൊഡ്യൂൾ പെട്ടെന്ന് തീരുന്ന മൊഡ്യൂളാണ്, കോൺസെപ്റ്റ് ഓറിയന്റഡ് ആണെങ്കിലും. അതുകൊണ്ട് പോർഷൻ ഡിലേ ആവുന്നു എന്നുള്ള പേടിയൊന്നും ആർക്കും വേണ്ട. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ വരയ്ക്കാം. സിംപ്ലി സപ്പോർട്ടഡ് ബീം തന്നെയാണ്. വളരെ കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്.
ഞാൻ ജനറൽ ലോഡിംഗ് ആയിട്ട് വരയ്ക്കാൻ പോവാം. ഓക്കെ, എനിക്ക് ഇതിന്റെ ജനറൽ ഇക്വേഷൻ ആണ് വേണ്ടത്. ജനറൽ ലോഡിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ വേരിയബിൾസ് കൊടുക്കാൻ പോവാം. എ ബി, സ്പാന് ഞാൻ എൽ എന്ന് കൊടുത്തു. സ്പാൻ എൽ. ഞാൻ ഫുള്ള് യു ഡി എൽ കൊടുത്തു. ഫുൾ യു ഡി എൽ. ഓക്കെ, ഈ ഒരു കോൺഫിഗറേഷൻ ആണ് നമ്മളെ സ്ഥിരം ബീമിൽ നമ്മൾ എൻകൗണ്ടർ ചെയ്യാൻ പോകുന്നത് റിയൽ ലൈഫിൽ. ഓക്കെ, W കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് കൊടുത്തു. W കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് കൊടുത്തു. എനിക്ക് ഡിഫ്ലക്ഷൻ അറ്റ് സെന്റർ വേണം. ഡിഫ്ലക്ഷൻ അറ്റ് സെന്റർ സി എത്രയാണ്? ഞാൻ സെന്ററിനെ സി എന്ന് ഞാൻ മാർക്ക് ചെയ്യുന്നു. സെന്ററിനെ ഞാൻ ഈ ഡോട്ട് ഇടുന്ന കാര്യം പറഞ്ഞത്, ഈ ഡോട്ട് ഇപ്പം സെന്ററിനെ നിങ്ങൾ ഇവിടെ സി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഡോട്ട് ഇട്ടാല് നിങ്ങൾക്ക് ഇപ്പം അത് നിങ്ങൾ ഡോട്ട് ഇടും. ഓക്കെ, നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നൂല. പക്ഷെ അങ്ങനെ ഒരു ഡോട്ട് ബീമിൽ വന്നു കഴിഞ്ഞാൽ അത് ഇന്റേണൽ ഹിഞ്ച് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് അത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സ്ട്രക്ചറൽ അനാലിസിസ് ഡ്രോയിങ്ങിൽ അവിടെ ഒരു ഡോട്ട് വന്നു കഴിഞ്ഞാൽ അത് സിഗ്നിഫൈ ചെയ്യുന്നത് ഇന്റേണലി ഒരു ഹിഞ്ച് ഉണ്ടെന്നാണ്. അത് നിങ്ങൾ ഇപ്പോൾ എൻകൗണ്ടർ ചെയ്യൂല അങ്ങനത്തെ പ്രോബ്ലംസ് നമ്മൾ എസ് എ ഫെർദർ പഠിച്ചു പോകുമ്പോഴത്തേക്കും അങ്ങനത്തെ പ്രോബ്ലംസ് എൻകൗണ്ടർ ചെയ്യുമ്പോൾ നിങ്ങൾ നാച്ചുറലി അതൊരു ഇന്റേണൽ ഹിഞ്ച് ലൊക്കേഷൻ ആണെന്ന് പഠിച്ചു വയ്ക്കും. അപ്പൊ ഇന്റേണൽ ഹിഞ്ച് വരുമ്പോഴത്തേക്കും സ്റ്റാറ്റിക് ഇൻഡെറ്റർമിനൻസിയുടെയും എല്ലാത്തിന്റെ കാൽക്കുലേഷനിലെല്ലാം ചെറിയ വ്യത്യാസം വരും. അപ്പോൾ അത് കാരണം പിന്നീട് നിങ്ങൾ ഈ പോർഷൻസ് ഒക്കെ വന്ന് നോക്കുമ്പോൾ ഈ ഡോട്ടിനെ നിങ്ങൾ ഇന്റേണൽ ഹിഞ്ച് ആയിട്ട് തെറ്റിദ്ധരിക്കാൻ പാടില്ല എന്നുള്ളത് ഞാൻ വീണ്ടും ഒന്ന് വാൺ ചെയ്യുകയാണ്. അതുകൊണ്ട് ഞാൻ സിയിൽ അവിടെ തൽക്കാലം ഞാൻ ഒരു ഡോട്ട് മാർക്ക് ചെയ്ത് സി ആണെന്ന് കാണിക്കുന്നില്ല. സി സെന്റർ പോയിന്റ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇ ഐ ഈക്വൽ ടു കോൺസ്റ്റന്റ്. എനിക്ക് ഇതിന്റെ ഡിഫ്ലക്ഷൻ അറ്റ് സെന്റർ സി വേണം. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ, ഞാൻ അറ്റൻഡൻസ് എടുക്കാം. ഓക്കെ, അല്ല ഞാൻ ഇലാസ്റ്റിക് കർവിന്റെ കാര്യം പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആവും. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാമിന്റെ ഷേപ്പ് അത് ഞാൻ ഇലാസ്റ്റിക് കർവ് ആദ്യം വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഒരു സിമെട്രിക് ലോഡിംഗ് ആണ്. ഓക്കെ, സിമെട്രിക് ലോഡിംഗ് ആണ്. അപ്പോൾ ഞാൻ ഇലാസ്റ്റിക് കർവ് വരയ്ക്കുമ്പോൾ എനിക്ക് അതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന സെന്റർ പോയിന്റിൽ എനിക്ക് ടാൻജന്റ് ഹൊറിസോണ്ടൽ ആയിരിക്കും. ഞാൻ സിമെട്രിക് ലോഡിങ്ങിന്റെ ഒരു കേസ് ഡിസ്കസ് ചെയ്തു. നമ്മുടെ രണ്ടാമത്തെ പ്രോബ്ലം സിംപ്ലി സപ്പോർട്ടഡ് വിത്ത് സെന്റർ പോയിന്റ് ലോഡായിരുന്നു. അപ്പൊ അവിടെ നമുക്ക് ഞാൻ സെന്ററിൽ ടാൻജന്റ് ഹൊറിസോണ്ടൽ ആയിട്ട് വരച്ചു ഇലാസ്റ്റിക് കർവിന്റെ അവിടെ. അത് സിമെട്രിക് ലോഡിങ് സെൻട്രൽ ലോഡിങ് ആയതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ സെൻട്രൽ ലോഡിങ്ങും കൂടെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇതേപോലെ യു ഡി എൽ ആയിരിക്കണം. അല്ലെങ്കിൽ ഞാനിപ്പോ 1/3 ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ടാൻജന്റ് അങ്ങനെ വരും എന്ന് പറയാൻ പറ്റൂല. ടാൻജന്റ് സ്ട്രൈറ്റ് ലൈൻ ആവൂല. അത് ശ്രദ്ധിക്കുക. ഇപ്പൊ നിങ്ങൾ ഈ രണ്ട് കേസ് മാത്രം ആലോചിച്ചാൽ മതി. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് ഫുൾ യു ഡി എൽ ആണെങ്കിൽ അത് സെന്ററിൽ നമ്മുടെ ഇലാസ്റ്റിക് കർവിന്റെ ടാൻജന്റ് ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും. അതുപോലെ തന്നെ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് സെൻട്രൽ പോയിന്റ് ലോഡിംഗ് ആണെങ്കിലും സെന്ററിലെ ടാൻജന്റ് ഇലാസ്റ്റിക് കർവിൽ വരച്ചാൽ അത് ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും. ഈ രണ്ട് കേസ് മാത്രം ആലോചിച്ചാൽ മതി. നിങ്ങളുടെ സിലബസിനകത്ത് നിന്ന് ഈ രണ്ട് കേസ് മാത്രമേ വരാൻ പോകുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ സിമെട്രിക് ലോഡിംഗ് ആണ് എന്നുള്ള കേസ് പറഞ്ഞു. ഞാൻ ഇനി ഇലാസ്റ്റിക് കർവ് വരച്ചു. ഞാൻ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, ഞാനൊരു ടാൻജന്റ് പച്ചയിൽ വരിക. ഓക്കെ, ഞാൻ എയുടെ ടാൻജന്റ് വരച്ചു. അത് ഇവിടെ വന്ന് ഇങ്ങനെ അങ്ങ് പോയി. ഓക്കെ, ടാൻ എ. ഓക്കെ, ഞാൻ ബിയുടെ ടാൻജന്റ് വരച്ചു. അതും ഇവിടെ നിന്ന് പോയി. ടാൻ ബി. ടാൻ ബി. ഞാൻ സിയുടെ അവിടെ നിന്ന് സെൻട്രൽ പോയിന്റിന്റെ ടാൻജന്റ് വരച്ചു. അത് ഹൊറിസോണ്ടൽ ലൈനാണ്. ടാൻ സി. ഓക്കെ, എനിക്ക് ഇവിടെ 3 ടാൻജന്റ് മാത്രം ഞാൻ വരയ്ക്കുന്നുള്ളൂ. അപ്പൊ എനിക്ക് വേണ്ടത് വൈ സി ആണ്, അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ അറ്റ് സെന്റർ ആണ്. അതാണ് എന്റെ ഈ ഡിസ്റ്റൻസ് ആണ് എന്റെ വൈ സി, അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ അറ്റ് സെന്റർ ആണ് എനിക്ക് വേണ്ടത്. ഡിഫ്ലക്ഷൻ അറ്റ് സെന്റർ വൈ സി. ഓക്കെ, അപ്പോ ഞാൻ ഈ സി എന്ന് പറയുന്ന പോയിന്റ് അവിടെ നിന്നോട്ടെ. ഞാൻ ഈ ഒരു പർട്ടിക്കുലർ ലെങ്തിനെ
ഞാൻ ടി ബി എ എന്ന് പറഞ്ഞു. ടി ബി എ, ഈ ഒരു പർട്ടിക്കുലർ ലെങ്ത് ടി ബി എ, ഇതിനെ എനിക്ക് ടി എ ബി എന്നും പറയാമല്ലോ, ടി എ ബി എന്നും പറയാം. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ എ ബി, ഈ ഒരു പോയിന്റിനെ തൽക്കാലം ഞാൻ ഡി എന്ന് വിളിക്കുക. ഈ ഒരു പോയിന്റ് ഞാൻ തൽക്കാലം ഞാൻ ഡി എന്ന് വിളിക്കുക. എന്നിട്ട് ഞാൻ ഈ ട്രയാങ്കിളിനെ ഇവിടെ എ ബി ഡി എന്ന് പറഞ്ഞ ട്രയാങ്കിളിനെ എനിക്ക് ഇവിടെ ഞാൻ റീക്രിയേറ്റ് ചെയ്തു. എ ബി ഡി എന്ന് പറഞ്ഞ ട്രയാങ്കിളിനെ ഞാൻ റീക്രിയേറ്റ് ചെയ്തു. എ ബി ഡി, ഈ എ ഡി എന്ന് പറയുന്നത് എൻ്റെ ടാൻജന്റ് എ ആണ്. ഓക്കെ, ടി ബി എ ഉണ്ട്. ഓക്കെ, സി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ഉണ്ട്. സി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ഉണ്ട്. സി എന്ന് പറയുന്നത് എക്സാക്ട്ലി എ ബിയുടെ സെന്ററിലാണ് വരുന്നത്. അപ്പൊ സിയിൽ നിന്ന് ഞാൻ ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്തു. അത് വേറെ കളർ വരയ്ക്കാം. സിയിൽ നിന്ന് ഞാനൊരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്തു. അത് ഇവിടെ വന്ന് മീറ്റ് ചെയ്തു. ഓക്കെ, എന്റെ ഇലാസ്റ്റിക് കർവ് ഞാൻ ഈ ഒരു ട്രയാങ്കിളിൽ വരച്ചാൽ, എന്റെ ഇലാസ്റ്റിക് കർവ് ഞാൻ ഈ ഒരു ട്രയാങ്കിളിൽ വരച്ച് കാണിച്ചാൽ എന്റെ ഇലാസ്റ്റിക് കർവ് ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. എന്റെ ഇലാസ്റ്റിക് കർവ് ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ആണ് എന്റെ വൈ സി എന്ന് പറയുന്നത്. വൈ സി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഈ ഒരു പോയിന്റ് സി എന്ന് മാർക്ക് ചെയ്തിട്ട് ഞാൻ ഈ ഒരു പോയിന്റിനെ സി ഡാഷ് എന്ന് മാർക്ക് ചെയ്തു. ഈ ഒരു പോയിന്റിനെ ഞാൻ ഇ എന്ന് മാർക്ക് ചെയ്തു. ഇ എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, ഓക്കെ, സി ഡാഷ്, ഈ സി ഡാഷ് കുറച്ചും കൂടെ ഞാൻ വ്യക്തമായിട്ട് എഴുതാം. സി ഡാഷ് എന്ന് മാർക്ക് ചെയ്തു, ഇ എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ ഇതുവരെ ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഇത് ക്ലിയർ അല്ലെങ്കിൽ അപ്പൊ തന്നെ ഇന്ററപ്റ്റ് ചെയ്ത് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചു പോവുക. ഓക്കെ, നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ ആയെങ്കിലും ഇനി ഞാൻ സ്റ്റിൽ ഇത് ഒരുപാട് പേരുടെ സൈഡിൽ നിന്ന് ഞാൻ ഡൗട്ട് പ്രതീക്ഷിക്കുന്നു. എനിക്ക് നല്ല നല്ല ഡൗട്ടുകളൊക്കെ എനിക്ക് പേഴ്സണലി കുറച്ച് പേരൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളവർ കുറച്ച് പേരെങ്കിലും അത് ചോദിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സി ഡാഷ് അതുപോലെ സി ഡാഷ് ഇ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് പാർട്ട്. അപ്പൊ എനിക്ക് ഒരു സിമിലർ ട്രയാങ്കിൾ കോൺസെപ്റ്റ് എടുത്താൽ ട്രയാങ്കിൾ എ ബി ഡി വച്ചിട്ട് എനിക്ക് ടി ബി എ ബൈ എൽ എന്ന് പറഞ്ഞിട്ട് ഒരു റിലേഷൻ എഴുതാം. അതായത് ട്രയാങ്കിൾ എ ബി ഡിയിൽ ബി ഡി ബൈ എ ബി എന്ന് പറഞ്ഞ ഒരു റിലേഷൻ എഴുതാം. അതുപോലെ തന്നെ ട്രയാങ്കിൾ എ സി ഇ എടുത്തു കഴിഞ്ഞാൽ സി ഇ ബൈ എൽ ബൈ 2 എന്ന് പറഞ്ഞിട്ട് ഒരു റിലേഷൻ എനിക്ക് എഴുതാം. സി ഇ ബൈ എൽ ബൈ 2. അപ്പൊ ഇത് രണ്ടും എനിക്ക് ഇക്വേറ്റ് ചെയ്യാം അല്ലെ. സിമിലർ ട്രയാങ്കിൾ കോൺസെപ്റ്റ് വെച്ചിട്ട് ടി ബി എ ബൈ എൽ ഇസ് ഈക്വൽ ടു സി ഇ ഇൻറ്റു എൽ ബൈ 2 എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇവിടെ ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ എനിക്ക് സി ഇ എന്ന് പറയുന്നതിനെ എനിക്ക് ടി ബി എ ബൈ 2 എന്ന് എഴുതാം. സി ഇ എന്ന് പറയുന്നത് ടി ബി എ ബൈ 2. ഓക്കെ, സി ഇ കിട്ടി. എനിക്ക് സി ഡാഷ് ആണ് വേണ്ടത്. സി ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? സി ഇ മൈനസ് സി ഡാഷ് ഇ. ഈ സി ഡാഷ് ആണ് എന്റെ വൈ സി എന്ന് പറയുന്നത്. ഓക്കെ, സി ഡാഷ് ആണ് എന്റെ വൈ സി എന്ന് പറയുന്നത്. അപ്പൊ സി ഡാഷ് ഇസ് ഈക്വൽ ടു സി ഇ മൈനസ് സി ഡാഷ് ഇ. അപ്പൊ സി ഡാഷ് ഇ എന്തായിരിക്കും? സി ഡാഷ് ഇ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ സിയിൽ അവിടെ കൂടെ ഒരു ഹൊറിസോണ്ടൽ ടാൻജന്റ് വരച്ചാൽ എന്റെ ഇതിപ്പോ ഏത് ടാൻജന്റ് സി അവിടെ കൂടെ ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാണ്? ടി മാറ്റി എഴുതാം. ഓക്കെ, സി ഡാഷ് ഇ എന്ന് പറയുമ്പോൾ എന്താണ്? എന്റെ ടാൻജന്റ് അറ്റ് എയും എന്റെ സി എന്ന് പറയുന്ന പോയിന്റിലെ ടി സി എ എന്ന് പറഞ്ഞ പോയിന്റ് ആണ് എന്റെ സി ഡാഷ് ഇ എന്ന് പറയുന്നത്. അപ്പോ സി ഡാഷ് വിൽ ബി ഇസ് ഈക്വൽ ടു സിഇ. സിഇ എന്ന് പറഞ്ഞാൽ ടി ബി എ ബൈ 2 മൈനസ് സി ഡാഷ് ഇ. സി ഡാഷ് ഇ എന്ന് പറഞ്ഞാൽ ടി സി എ വിച്ച് വിൽ ബി ഇസ് ഈക്വൽ ടു വൈ സി. അപ്പൊ എനിക്ക് വൈ സി അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. വൈ സി ആണ് എന്റെ സെന്റർ പോയിന്റിലെ
ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്, എന്റെ സെന്റർ പോയിന്റിലെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. സി ഡാഷ് ഇസ് ഈക്വൽ ടു സിഇ മൈനസ് സി ഡാഷ് ഇ. സിഇ ആണ് എന്റെ ടി ബി എ ബൈ ടുവും സി ഡാഷ് ഇ ആണ് എന്റെ ടി സി എ. ഓക്കെ, അപ്പൊ ആ ഒരു റിലേഷൻ ഞാൻ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഞാൻ ഇനി ടി ബി എയും ടി സി എയും കണ്ടുപിടിച്ചാൽ മാത്രം മതി. ടി ബി എയും ടി സി എയും കണ്ടുപിടിച്ചാൽ മാത്രം മതി. ഇനി എനിക്ക് ചെയ്തൂടെ? ഇനി എനിക്ക് ചെയ്യാമല്ലോ. ഇനി നിങ്ങളൊന്ന് ട്രൈ ചെയ്തേ. റിയാക്ഷൻ സിമെട്രിക് ലോഡിംഗ് ആയത് കാരണം RA വിൽ ബി ഇസ് ഈക്വൽ ടു RB ഇസ് ഈക്വൽ ടു WL/2. ഞാൻ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാമും കൂടെ വരയ്ക്കാം. സാഗിങ് പ്രൊഫൈലാണ്, സാഗിങ് പോസിറ്റീവ്. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഒരു UDL ആണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ അല്ല, പാരബോളയാണ്. ഓക്കെ, ഇങ്ങനത്തെ ഒരു പാരബോളയാണ്. തൃപ്തികാരില്ല. സി പോയിന്റ് ഞാൻ ഇവിടെ ഇന്റർപോളേറ്റ് ചെയ്ത് താഴോട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിക്കാണ്. ഓക്കെ, പാരബോളയാണ് എനിക്ക് കിട്ടുന്നത്. ഈ മാഗ്നിറ്റ്യൂഡ്, മാക്സിമം മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും? ആർക്കെങ്കിലും പറയാമോ? മാക്സിമം മാഗ്നിറ്റ്യൂഡ് ഒരു UDL ആണെങ്കിൽ WL²/8. WL²/8 ആണ് എന്റെ മാക്സിമം മാഗ്നിറ്റ്യൂഡ്. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി, WL²/8 കിട്ടും. WL/2 ഇൻറ്റു L/2 മൈനസ്, എവിടെ എഴുതാൻ സ്ഥലമില്ല. WL/2 ആണ് എന്റെ റിയാക്ഷൻ. WL/2 ഇൻറ്റു L/2 മൈനസ് W ഇൻറ്റു L/2 ഇൻറ്റു L/2/4. WL/4 ഇത് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് WL²/8 എന്ന് കിട്ടും. ഇത് RA, ഇതെന്റെ W വെച്ചിട്ട് ഞാൻ മൊമെന്റ് ഇത് കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ എനിക്ക് ബെൻഡിങ് മൊമെന്റ് കിട്ടി. ഈ ബെൻഡിങ് മൊമെന്റിന് ഈ ഷേപ്പ് വന്നത്, പാരബോള ഞാൻ ഇങ്ങനെ വരയ്ക്കാൻ കാരണമുള്ള റീസൺ അറിയാമെന്ന് വിശ്വസിക്കുന്നു. അറിഞ്ഞൂടെങ്കിൽ ഞാൻ പറയാം. എന്റെ റേറ്റ് ഓഫ് എന്റെ ചേഞ്ച് ഇൻ ബെൻഡിങ് മൊമെന്റ് അലോങ് X ഡയറക്ഷൻ ആണ് എന്റെ ഷിയർ ഫോഴ്സ്, അല്ലെ? എന്റെ dm/dx ആണ് എന്റെ ഷിയർ ഫോഴ്സ്. അപ്പോ എന്റെ മാക്സിമം ഇത് തന്നെ, എന്റെ dm/dx എന്ന് പറയുന്ന സാധനം തന്നെയാണ് എന്റെ സ്ലോപ്പ്. ഓക്കെ, അപ്പൊ എനിക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഞാൻ വരയ്ക്കാൻ നോക്കിയാൽ, ഷിയർ ഫോഴ്സ് ഡയഗ്രാം എനിക്ക് മാക്സിമം മാഗ്നിറ്റ്യൂഡ് വരുന്നത് സപ്പോർട്ടിലായിരിക്കും. ഇതിന്റെ ഞാൻ SFD വരയ്ക്കാൻ നോക്കിയാൽ, ഇവിടെ SFD വരയ്ക്കാനുള്ള ഒരു സ്ഥലമില്ല. ഞാൻ തൽക്കാലം ഇവിടെ ഇതിന്റെ പുറത്ത് സൂപ്പർ ഇമ്പോസ് ചെയ്ത് ഞാൻ വരയ്ക്കുവാണ്. SFD വരയ്ക്കാൻ നോക്കിയാൽ ഇവിടെ WL/2 എന്ന് പറഞ്ഞിട്ട് SFD ഇങ്ങനെ ആയിരിക്കും പോകുന്നത്, അല്ലെ? SFD ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. SFD ഞാൻ വരച്ചാൽ, ഓക്കെ, നിങ്ങൾ SFD വരയ്ക്കണ്ട, വൃത്തിയിടാവും. നിങ്ങൾക്ക് സ്പേസ് ഉണ്ടെങ്കിൽ മാത്രം വരച്ചാൽ മതി. ടാൻജന്റിന്റെ ഇടയിൽ കയറ്റി SFD വരയ്ക്കണ്ട. അപ്പൊ എന്റെ SFD മിനിമം വരുന്നത് എന്റെ, അല്ലെങ്കിൽ ലിറ്ററലി 0 വരുന്നത് എന്റെ സെന്റർ പോയിന്റിലാണ്. അപ്പൊ സെന്റർ പോയിന്റിൽ എന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എടുത്ത് നോക്കിയാൽ അവിടെ ഷിയർ ഫോഴ്സ് 0 ആവണമെങ്കിൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാമിന്റെ സ്ലോപ്പ് 0 ആവണം, അല്ലെ? ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാമിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ dm/dx. ഷിയർ ഫോഴ്സ് 0 ആവണമെങ്കിൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാമിന്റെ സ്ലോപ്പ് 0 ആവണം. ഇവിടെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാമിന്റെ സ്ലോപ്പ് 0 ആണ്. ഞാൻ ഇവിടെ ഒരു ടാൻജന്റ് വരച്ചാൽ അത് ഹൊറിസോണ്ടൽ ലൈൻ ആണ്. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാമിൽ ഞാൻ ഒരു ടാൻജന്റ് വരച്ചാൽ ഹൊറിസോണ്ടൽ ലൈൻ ആണ്. ഷിയർ ഫോഴ്സ് മാക്സിമം ആവുന്ന സപ്പോർട്ടിലാണ്. അപ്പോൾ ഷിയർ ഫോഴ്സ് മാക്സിമം ആവണമെങ്കിൽ അവിടുത്തെ സ്ലോപ്പും മാക്സിമം ആവണം. കാരണം സ്ലോപ്പ് ഓഫ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആണ് ഷിയർ ഫോഴ്സ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ടാൻജന്റ് വരയ്ക്കാൻ നോക്കിയാൽ തീറ്റ മാക്സ് ഇവിടെ ഉണ്ട്, സ്ലോപ്പ് മാക്സിമം ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പാരബോളിക് ഷേപ്പ് ഞാൻ വരയ്ക്കുന്നത്. അല്ലാതെ തിരിച്ച് അകത്തോട്ട് കോൺകേവ് ചെയ്ത് ഞാൻ വരയ്ക്കാത്തത് ഈ ഒരു കോൺസെപ്റ്റിന്റെ പുറത്താണ്. അത് ഓർത്ത് വച്ചേക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ഈ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഒന്നും കൂടെ വരയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിക്കാണും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ ഡിഫ്ലക്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത് 5WL/4 ഡിവൈഡഡ് ബൈ 384 EI ആണ്. ഇതാണ് ആൻസർ. ഇത് സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. ഇത് എല്ലാ സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റും കാണാതെ അറിഞ്ഞിരിക്കേണ്ട ഒരു വാല്യൂ. ഓക്കെ, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പോകുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ ഗേറ്റ് ഒക്കെ എഴുതുന്നുണ്ടെങ്കിൽ കാണാതെ അറിഞ്ഞിരിക്കേണ്ട ഒരു വാല്യൂ ആണ്. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ഫുള്ള് UDL ഉണ്ടെങ്കിൽ അതിന്റെ സെന്റർ പോയിന്റിലെ ഡിഫ്ലക്ഷന്റെ വാല്യൂ 5WL/4 ഡിവൈഡഡ് ബൈ 384 EI. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ഫുള്ള് സെന്ററിൽ പോയിന്റ് ലോഡ് മാത്രമാണെങ്കിൽ അതിന്റെ ഡിഫ്ലക്ഷൻ മാക്സിമം സംഭവിക്കുന്നത് സെന്ററിലും. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് WL³ ഡിവൈഡഡ് ബൈ 48 EI
അങ്ങനെ കുറച്ച് ഏറ്റവും കോമൺ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട 2 വാല്യൂ ഇതാണ്. ഇങ്ങനെ കുറച്ച് സ്റ്റാൻഡേർഡ് കേസസ് വേറെയും ഉണ്ട്. അതെല്ലാം റെക്കമെൻഡ് ചെയ്യുന്നത് കാണാതെ അറിഞ്ഞിരിക്കാനാണ്. അപ്പൊ ഞാൻ ഈ ആൻസർ ഇവിടെ എഴുതിയിട്ടുണ്ട് 5WL4 ഡിവൈഡഡ് ബൈ 384 EI. ഈ ആൻസർ നിങ്ങൾ ഒന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഈ സമയം കൊണ്ട് കണ്ടുപിടിക്കണം. ഞാനിപ്പോ പറഞ്ഞ കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ആൻസർ കണ്ടുപിടിച്ചിട്ട് ഇത് കിട്ടുന്നുണ്ടോ നോക്കുക. ഞാൻ ആ സമയം കൊണ്ട് അറ്റൻഡൻസ് ചെക്ക് ചെയ്യാം. എല്ലാരും ഉണ്ടെന്ന് തോന്നുന്നു. അവർണ സുനിൽ കുറച്ച് ക്ലാസ് മിസ്സിംഗ് ആയല്ലോ, എന്ത് പറ്റി? നെറ്റ് ഇഷ്യൂ ആയിരുന്നു സാർ. നിങ്ങൾ ഈ നോട്ട് നന്നായിട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്യണേ. നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റ് ഇതിന് മാത്രമായിരിക്കില്ല, നിങ്ങൾക്ക് ഒരുപാട് സ്ഥലത്ത് ഉപകാരപ്പെടും. ഇനി നിങ്ങളെ വേറൊരു ക്ലാസ്സിൽ അല്ലെങ്കിൽ നിങ്ങൾ ഭാവിയിൽ ഗേറ്റിന്റെ ക്ലാസ് എടുക്കാൻ പോയാലും ഒരു മെത്തേഡിൽ ഇത്രയും പ്രോബ്ലം ചെയ്യിപ്പിച്ച് പോവില്ല. അതിനുള്ള സാധ്യതയില്ല. ടൈമൊക്കെ ഭയങ്കര കൺസ്ട്രെയിൻ ആയതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. അപ്പോൾ മാക്സിമം നല്ല വൃത്തിയോടെ ഈ നോട്ട് കീപ്പ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കോഴ്സ് കഴിഞ്ഞാലും ഫർദർ സ്റ്റഡീസിന് പോകുമ്പോൾ. നിങ്ങൾ ആ DRCSന്റെ ഞാനിട്ട ആ ഒരു വീഡിയോ കണ്ടായിരുന്നോ? ആരെങ്കിലും കണ്ടായിരുന്നോ? ആരും കണ്ടില്ലേ? ആരും കണ്ടില്ലേ? എല്ലാരും ഉണ്ട്. ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രീ അറ്റൻഡൻസ് കിട്ടുന്ന സിനാരിയോസ്. അന്ന് നിങ്ങളുടെ ക്ലാസ്സിൽ പറഞ്ഞതാ. ഓക്കെ ഓക്കെ എന്തായി? ആർക്കെങ്കിലും ഇത് കാൽക്കുലേഷൻ കുറച്ച് ടഫാണ് കേട്ടോ. ഇത് കാൽക്കുലേഷനിലെ മിസ്റ്റേക്ക് ചെറുതായിട്ടൊന്ന് വരുത്തിയാൽ ഈ ആൻസർ കിട്ടൂല. കാരണം അത് പാരബോള ആയതുകൊണ്ട് സെൻട്രോയിഡ് കാൽക്കുലേഷൻ എല്ലാം കറക്റ്റ് ആയിട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫൈനൽ ആൻസറിലേക്ക് വരില്ല. നിങ്ങൾക്ക് നല്ല സമയമൊക്കെ ഉണ്ട്, നല്ല ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട് സബ്ജക്റ്റിൽ എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ മെത്തേഡിലെ പ്രോബ്ലംസ് എല്ലാം, ഇപ്പൊ ഈ മൊമെന്റ് ഏരിയ മെത്തേഡിലെ പ്രോബ്ലംസ് കാസ്റ്റിക് ലാംഗ്വേജ് കൂടെ ചെയ്താൽ കിട്ടുന്നുണ്ടോ, ഡബിൾ ഇന്റഗ്രേഷനിൽ കൂടെ ചെയ്താൽ കിട്ടുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് നോക്കാം.
ഞാൻ ഡബിൾ ഇന്റഗ്രേഷനിൽ ചെയ്യിപ്പിച്ച പ്രോബ്ലംസിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം മീൻ വൈൽ നിങ്ങൾ അസൈൻമെന്റ് ആയിട്ട് വരച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ആഡ് ചെയ്യും സൂൺ. അവസാനം എല്ലാം കൂടെ ലാസ്റ്റത്തേക്ക് വെക്കരുത്. ഓക്കെ, ഞാൻ ഇവിടെ ആദ്യം എനിക്ക് ടി ഏതാ കണ്ടുപിടിക്കേണ്ടത്? ടി ബി എ കണ്ടുപിടിക്കണം. ടി ബി എ. അപ്പൊ ബിനെ റെപ്രസെന്റ് ചെയ്താണ് ഞാൻ ഏരിയ എടുക്കുന്നത്. ഏരിയ ലിവർ ആം എടുക്കുന്നത്. അപ്പൊ ഏരിയ എന്ന് പറഞ്ഞാൽ എനിക്കിത് രണ്ട് സെപ്പറേറ്റ് സെക്ടർ പോലെ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, ഒരുമിച്ച് എടുക്കാൻ ഏരിയ എടുക്കാൻ ഭയങ്കര പാടാണ്. ഇത് സർക്കിളെന്നോ സെമി സർക്കിളെന്നോ ഒന്നും എടുക്കാൻ പറ്റില്ല. പാരബോളിക് ആണ്. അപ്പൊ ഞാൻ ഇതൊരു പാർട്ട്, ഇത് മറ്റൊരു പാർട്ട് എന്ന രീതിയിൽ ഞാൻ ഇവിടെ എടുക്കുക. ഓക്കെ, അപ്പൊ ആദ്യത്തേത് ഏരിയ എന്ന് പറഞ്ഞാൽ 2/3 ഇൻറ്റു WL²/8 ഇൻറ്റു L/2. WL²/8 ഇൻറ്റു L/2 ആണ് എൻ്റെ ഏരിയ. ഈ ഒരു സൈഡിൽ നിന്നാണ് എനിക്ക് ഡിസ്റ്റൻസ് വേണ്ടത്. ഈ ഒരു സൈഡിൽ നിന്ന് ബിയിലോട്ടാണ് എനിക്ക് ഡിസ്റ്റൻസ് വേണ്ടത്. അപ്പോൾ എത്രയായിരിക്കും? 5/8 ഇൻറ്റു H അല്ലേ? 5/8 ഇൻറ്റു H എന്ന് പറഞ്ഞാൽ ഇവിടെ L/2 ആണ്. അത് ശ്രദ്ധിക്കുക. H എന്ന് പറഞ്ഞാൽ ഇവിടെ L/2 ആണ് ആദ്യത്തെ ഷേപ്പ്. രണ്ടാമത്തെ ഷേപ്പിനും ഏരിയയിൽ അവിടെ മാറ്റമൊന്നുമില്ല. 2/3 ഇൻറ്റു WL²/8 ഇൻറ്റു L/2. ഇവിടെയും ബിന്റെ സൈഡിൽ നിന്നാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷേപ്പാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ L/2 സെപ്പറേറ്റ് ആദ്യം ഒരെണ്ണം ആഡ് ചെയ്യണം. പ്ലസ് 3/8 ഇൻറ്റു L/2. 3/8 ഇൻറ്റു L/2 എന്നുള്ളതാണ് എൻ്റെ ലിവർ ആം ആയിട്ട് വരിക. ഓക്കെ, ടി ബി എ എത്ര കിട്ടി എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറയുക. പിന്നെ അടുത്ത എന്തായിരുന്നു? ടി സി എ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ എക്സ് ബാർ എടുക്കുന്നത് സിയുടെ ബേസിസിലും ഏരിയ. ഓക്കെ, അവിടെ ഏരിയ വ്യത്യാസമൊന്നുമില്ല, എല്ലാം ഒരു ഷേപ്പ് തന്നെ. 2/3 ഇൻറ്റു WL² ഇൻറ്റു L/2 3/2 അല്ലേ? ഷേപ്പ് ഈ ഒരു ഷേപ്പാണ് ഞാൻ നോക്കുന്നത് എ സിയുടെ അവിടെ. അപ്പൊ 3/8 ഇൻറ്റു L/2 TCA കിട്ടും. നമ്മുടെ YC എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? TBA/2 മൈനസ് TCA. TBA/2 മൈനസ് TCA. കിട്ടിയോ? ആർക്കെങ്കിലും കിട്ടിയോ? TBAയുടെ ആൻസർ ആരെങ്കിലും പറയാമോ? TBA മാത്രം.
ഇവിടെ ആരും ഒരു അക്ഷരം മിണ്ടുന്നില്ലല്ലോ. 11/384. ഓക്കെ, TBA എന്ന് പറഞ്ഞാൽ 11WL4 ഡിവൈഡഡ് ബൈ 384 EI. TBA ആണോ പറഞ്ഞത്, TBA/2 ആണോ പറഞ്ഞത്? TBA 11/384 വരാനുള്ള സാധ്യതയില്ലല്ലോ. Sir, TBA 16/384. 16/384 ആണ് വരേണ്ടതെന്ന് തോന്നുന്നു. 16/384 ആണ്. 11/384 ചെക്ക് ചെയ്യാം. അത് മാറ്റാൻ പറ്റുന്നില്ല, മാറ്റിയല്ല. 16WL4 ഡിവൈഡഡ് ബൈ 384 EI ആണ് TBA വരുന്നത്. ഓക്കെ, TCA എത്രയാ വരുന്നത്? അൺമ്യൂട്ട് ചെയ്ത് പറയണേ, ഞാൻ എനിക്ക് പ്രസന്റേഷൻ മോഡ് മാറ്റാം. TCA WL4/128 EI. 128. ഓക്കെ, അത് 128 എന്ന് എഴുതണ്ട, അത് 3/384 EI എന്ന് എഴുതിയാൽ മതി. ഓക്കെ, 3WL അത് തന്നെയാണ് ആക്ച്വലി. 3 വെട്ടിക്കളഞ്ഞ 3യും 384ഉം വെട്ടിക്കളഞ്ഞ 128 എന്ന് വരും. അതല്ലെങ്കിൽ കാൽക്കുലേഷൻ ജനറൽ ഫോമിലോട്ട് എനിക്ക് അറൈവ് ചെയ്യാൻ ഈസി ആയിട്ട് ഞാൻ 3WL4 ഡിവൈഡഡ് ബൈ 384 EI എന്ന് എഴുതി. അപ്പൊ എന്റെ YC എന്ന് പറഞ്ഞാൽ TBA/2 മൈനസ് TCA. അപ്പോൾ 16WL4 ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ 384 EI ഡിവൈഡഡ് ബൈ 2 മൈനസ് 3WL4 ഡിവൈഡഡ് ബൈ 384 EI. അപ്പോൾ ഇതിവിടെ 8 ആവും. 8 മൈനസ് 3 YC is equal to 5WL4 divided by 384 EI എന്ന് കിട്ടും. YC is equal to 5WL4 സ്റ്റാൻഡേർഡ് ഫോർമുലയാണ്. ഈ TBAയുടെ വാല്യൂവും TCAയുടെ വാല്യൂവും എഴുതിയിരിക്കുന്ന കറക്റ്റ് ആണ്. ഓക്കെ, YC is equal to 5WL4 ഡിവൈഡഡ് ബൈ 384 EI എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫൈനൽ വാല്യൂ കിട്ടും. അതാണ് ഒരു കാൻഡിലിയർ സിംപ്ലി സപ്പോർട്ടഡ് ബീം UDL ഫുൾ ആയിട്ടുള്ളത്. സെൻട്രലോട് സെന്റർ പോയിന്റിലെ ഡിഫ്ലക്ഷൻ ഇത് തന്നെയായിരിക്കും മാക്സിമം ഡിഫ്ലക്ഷനും വരിക. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. സ്റ്റിൽ ചെയ്യുന്നവരുണ്ടെങ്കിൽ ചെയ്യുക. വാല്യൂ നോക്കി എഴുതാതിരിക്കുക. സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾ എക്സാമിന് മിസ്റ്റേക്ക് വരുത്താതിരിക്കത്തുള്ളൂ. ഓക്കെ ഓക്കെ, ഞാൻ എന്തോ ഒരു കാര്യം പറഞ്ഞു. ഓക്കെ, ഞാൻ ആ DRCSന്റെ വീഡിയോ തന്നെ, ആ DRCSന്റെ വീഡിയോ നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. നിങ്ങളുടെ ബേസ് കറക്റ്റ് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ, നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ആണ് അത്. അതിനകത്ത് ഒരു വലിയൊരു വിഭാഗം അസംഷൻസ് ഇൻ ലിമിറ്റ് സ്റ്റേറ്റ് കൊളാപ്സ് ഇൻ ഫ്ലെക്ചർ എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് തിയററ്റിക്കലി എക്സാമിന് ഗുണമുള്ള കാര്യമാണ്. പക്ഷെ അത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ആ അസംഷൻസ് എങ്ങനെ നമ്മുടെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിൽ അത് റിഫ്ലക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം നിങ്ങളുടെ സിലബസിൽ പറയില്ല. പക്ഷെ അത് പ്യുവർ കോൺസെപ്റ്റ് ആണ്. അത് അറിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവിയിൽ നമ്മുടെ എന്താ പറയാ, ഭാവിയിൽ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് മാറിയിട്ട് ഒരു പുതിയ മെത്തേഡ് പുട്ട് ഫോർവേഡ് ചെയ്താൽ നിങ്ങൾക്ക് അത് ഈസിലി ഡീകോഡ് ചെയ്യാൻ പറ്റും. ആ മെത്തേഡ് എങ്ങനെയാണ്, ആ മെത്തേഡിൽ നിന്ന് നിങ്ങൾക്ക് ഡീകോഡ് ചെയ്ത് പുതിയ ഇക്വേഷൻസ് നിങ്ങൾക്ക് ഈസിലി ഉണ്ടാക്കാൻ പറ്റും. അത് അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ഈ മെത്തേഡ് ഫങ്ഷൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇക്വേഷൻസിലോട്ട് അറൈവ് ചെയ്യുന്നത് എന്നുള്ളതിനൊക്കെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു പിക്ചർ ഉണ്ടെങ്കിൽ എളുപ്പമായിരിക്കും കൺസെപ്റ്റ് ക്ലിയർ ആയി പോകുന്നത് പോലെ. ഓക്കെ ഓക്കെ, ഞാൻ
അടുത്ത ക്വസ്റ്റ്യൻ വരയ്ക്കാം. ഞാൻ സിംപ്ലി സപ്പോർട്ടഡ് നിർത്തി. സിംപ്ലി സപ്പോർട്ടഡിന്റെ കേസസ് എല്ലാമായി. ഞാനൊരു ഓവർ ഹാങ്ങിങ് വരയ്ക്കാം. ഇതിപ്പോ എത്രാമത്തെ ക്വസ്റ്റ്യനാ? 9 ഈ മെത്തേഡില്. ആര് പറഞ്ഞതാ? ഓക്കെ, $25 kilonewton, A, B, C, 4 meter, ഇവിടെ നിന്ന് 4 meter. എനിക്ക് വേണ്ടത് ഡിഫ്ലക്ഷൻ അറ്റ് സി അല്ലെങ്കിൽ ഫ്രീ എൻഡ്. EI equal to constant. ഓക്കെ, ഇത് എത്രാമത്തെ ക്വസ്റ്റ്യനാ നമ്മൾ ഈ മെത്തേഡിലാണ് ചെയ്യുന്ന? 9ാമത്തെ ആണോ? എത്ര? 10. ഓക്കെ, അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ 11 ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ചെയ്യിപ്പിക്കും. എനിക്ക് ഓവർ ഹാങ്ങിങ്ങിന്റെ UDL കൂടെ ഒന്ന് ചെയ്യിപ്പിക്കണം. അപ്പൊ ഒരു ഞാൻ 10 നിർത്താന്ന് പറഞ്ഞാൽ ഞാൻ 11 ചെയ്യിക്കാന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പൊ ഇവിടെ ഇലാസ്റ്റിക് ഓവർ ഹാങ്ങിങ്ങിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഇലാസ്റ്റിക് കർവ് ഞാനത് വരയ്ക്കാം. സാധാരണ പോലെ അല്ല ഓവർ ഹാങ്ങിങ്ങിൽ വരുന്നത്. എപ്പോഴും SFD PMD വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ പോയിന്റിൽ നിന്നും താഴോട്ട് ഇങ്ങനെ ഡോട്ടഡ് ലൈൻസ് വരച്ചെടുക്കണം കേട്ടോ. അതാകുമ്പോൾ നല്ല വൃത്തിയായിട്ട് വരച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇലാസ്റ്റിക് കർവ് ഞാൻ വരയ്ക്കട്ടെ. ഇലാസ്റ്റിക് കർവ്. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ BC എലിമെന്റിന്റെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് BCയുടെ അവിടെ നിന്ന് ഇവിടെ ഒരു സപ്പോർട്ടാണ്. അപ്പൊ എനിക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഇലാസ്റ്റിക് കർവ് ബെൻഡ് ആണ് വരുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് ഇത് ഇങ്ങനെ പോവില്ല. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെയല്ല പോകുന്നത്. ഇത് ഇവിടെ നിന്ന് ഇങ്ങനത്തെ ഒരു ഷേപ്പ് ആണ് എടുക്കുക. ഇലാസ്റ്റിക് കർവ് ഇങ്ങനത്തെ ഒരു ഷേപ്പ് ആണ് എടുക്കുക. ഇലാസ്റ്റിക് കർവ് ഒരു ഓവർ ഹാങ്ങിങ് ബീമിൽ ഇങ്ങനത്തെ ഒരു ഷേപ്പ് ആണ് ഇലാസ്റ്റിക് കർവ് എടുക്കുക. ഓക്കെ, ഇലാസ്റ്റിക് കർവ് അങ്ങനത്തെ ഒരു ഷേപ്പ് എടുത്തു. അപ്പോൾ നിങ്ങൾ മീൻവൈൽ റിയാക്ഷൻസ് ഒന്ന് കണ്ടുപിടിക്കുക. ഒരാൾ എനിക്ക് RARB കണ്ടുപിടിച്ചിട്ട് പറയുക. ഞാൻ അപ്പോഴത്തേക്കും ഇവിടെ ബാക്കി കാര്യങ്ങൾ വരയ്ക്കാം. എനിക്ക് വേണ്ടത് ഈ ഒരു ഡിസ്റ്റൻസ് ആണല്ലേ. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഫുൾ ചെയ്യാനുള്ള സമയമില്ല. ഞാൻ ഇലാസ്റ്റിക് കർവ് വരച്ചിട്ട് ഇത് ഞാൻ ഫിനിഷ് ചെയ്യുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യാം. ഈ യെല്ലോ കളറിലുള്ള ഒരു ലൈൻ ആണ് എനിക്ക് വേണ്ടത്. ഓക്കെ, അതാണ് എൻ്റെ ഡിഫ്ലക്ഷൻ അറ്റ് സി എന്ന് പറയുന്നത്. ഞാൻ ടാൻജന്റ് വരയ്ക്കുക. ആദ്യം ഞാൻ എയിൽ നിന്നൊരു ടാൻജന്റ് വരച്ചു. അത് ഇവിടെ പോയി മീറ്റ് ചെയ്തു. കുറച്ച് ഞാൻ ബെൻഡ് ചെയ്തു. ടാൻജന്റ് ശരിക്കും സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കുക. ഓക്കെ, എയിൽ നിന്ന് ഞാനൊരു ടാൻജന്റ് വരച്ചു. അത് അവിടെ പോയി മീറ്റ് ചെയ്തു. ഞാൻ സിയിൽ നിന്നൊരു ടാൻജന്റ് ഞാൻ വരച്ചു. സിയിൽ നിന്ന് ഞാനൊരു ടാൻജന്റ് വരച്ചു. ടാൻ സി, ടാൻ എ. ഞാൻ ബിയിൽ നിന്ന് ഒരു ടാൻജന്റ് വരച്ചു. ബിയിൽ നിന്ന് ഞാനൊരു ടാൻജന്റ് വരച്ചു. ടാൻ ബി. ഓക്കെ, ടാൻ ബി. ഇനി ഞാൻ ഈ സി പോയിന്റ് ഇവിടെ നിന്നോട്ടെ. ഞാൻ കുറച്ച് പോയിന്റ്സ് ഡിഫൈൻ ചെയ്യുക. ഞാൻ ഈ പോയിന്റ് ഞാനിത് ഫുള്ളായിട്ട് ഇങ്ങനെ യെല്ലോയിൽ വരയ്ക്കണേ. ഇവിടെ ഞാൻ ഈ പോയിന്റ് ഞാൻ ഡി എന്ന് വിളിച്ചു. ഈ പോയിന്റ് ഞാൻ ഇ എന്ന് വിളിച്ചു. ഓക്കെ, ഡിയും ഇ എന്നും പറഞ്ഞിട്ട് 2 പോയിന്റ് ഞാൻ എടുത്തു. ഓക്കെ,
എനിക്ക് വേണ്ടത് CE ആണ്. എനിക്ക് വേണ്ടത് CE ആണ് എൻ്റെ ഡിഫ്ലക്ഷൻ അറ്റ് C. ഓക്കെ, എൻ്റെ DE എന്ന് പറയുന്നത് CE is equal to, എനിക്ക് വേണമെങ്കിൽ CE is equal to DE മൈനസ് DC എന്ന് എഴുതാം. CE is equal to DE മൈനസ് DC എന്ന് എഴുതാം. ഓക്കെ, DE എനിക്ക് ബുദ്ധിമുട്ടില്ല കണ്ടുപിടിക്കാൻ. DE എന്ന് പറഞ്ഞാൽ എൻ്റെ ടാൻജന്റ് എയും ടാൻജന്റ് സിയും തമ്മിലുള്ള ആ ഒരു C എന്ന് പറയുന്ന പോയിന്റിലെ ആ ഒരു ഹൈറ്റ് ഡിഫറൻസ് ആണ്. അപ്പൊ എൻ്റെ DE എന്ന് പറഞ്ഞാൽ TCA. DE എന്ന് പറഞ്ഞാൽ എനിക്ക് TCA ആണെന്നറിയാം. ഓക്കെ, DC കണ്ടുപിടിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാല്, ഞാൻ ഇവിടെ നിന്ന് ഒരു ലൈൻ ഡ്രോപ്പ് ചെയ്യും, ഇവിടെ നിന്ന് ഒരു B എന്നൊരു ലൈൻ ഡ്രോപ്പ് ചെയ്യും. ഈ പോയിന്റ് ബിയും ഇത് B ഡാഷും ആണ്. ഓക്കെ, ഈ പോയിന്റ് ബിയും B ഡാഷും ആണ്. എന്നിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരച്ചു. ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരച്ചു. ഇത് A, ഇത് C, ഇത് D. ഓക്കെ, എനിക്ക് ഇവിടെ തന്നെ B ഡാഷ് എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഇതാണ് എൻ്റെ ടാൻജന്റ് A. ഓക്കെ, എനിക്ക് B ഡാഷ് കണ്ടുപിടിച്ചൂടെ? എനിക്ക് B ഡാഷ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാമിൽ നിന്ന് ഈ ഒരു ലൈൻ കണ്ടുപിടിച്ചൂടെ? അത് ടാൻജന്റ് ബിയും ടാൻജന്റ് എയിന്റെയും ആ ഒരു ഹൈറ്റ് ഡിഫറൻസ് ആണ്. ഈ B ഡാഷ് എന്ന് പറഞ്ഞാൽ TBA ആണ് അല്ലെ? TBA. B ഡാഷ് എന്ന് പറഞ്ഞാൽ TBA ആണ്. DC ഇവിടെ ഉണ്ട്. B ഡാഷ് എന്ന് പറഞ്ഞാൽ TBA ആണ്. ടാൻജന്റ് എയും ടാൻജന്റ് ബിയും തമ്മിലുള്ള ആ ഒരു ഹൈറ്റ് ഡിഫറൻസ്, അത് അറ്റ് പോയിന്റ് B ആയതുകൊണ്ട് TBA. ഓക്കെ, അപ്പൊ ഞാൻ ഇനി സിമിലർ ട്രയാങ്കിൾ എടുത്താൽ TBA by 4 is equal to ഈ ഒരു ട്രയാങ്കിളും ഈ വലിയ ട്രയാങ്കിളും DC by 8. TBA by 4 is equal to DC by 8. അപ്പൊ എനിക്ക് DC is equal to 2 TBA. അപ്പൊ DC കിട്ടി, DE കിട്ടി. അപ്പൊ CE equal to DE which is TCA minus 2 TBA. DC എന്ന് പറഞ്ഞാൽ 2 TBA. CE കിട്ടി. ഈ CE ആണ് എൻ്റെ ഡിഫ്ലക്ഷൻ അറ്റ് C എന്ന് പറയുന്നത്. ഓക്കെ, CE ആണ് എൻ്റെ ഡിഫ്ലക്ഷൻ അറ്റ് C എന്ന് പറയുന്നത്. അപ്പൊ TCA കണ്ടുപിടിച്ചിട്ട് TBA കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു റിലേഷനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഡിഫ്ലക്ഷൻ അറ്റ് C എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോ എനിക്ക് റിയാക്ഷൻ RA-RBയുടെ വാല്യൂ കണ്ടുപിടിച്ചായിരുന്നു ആരെങ്കിലും? റിയാക്ഷൻ RA-RBയുടെ വാല്യൂ RA-RB കണ്ടുപിടിച്ചില്ല. ഓക്കെ, കണ്ടുപിടിച്ചോ. ഞാൻ അപ്പോഴത്തേക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാം. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് എഴുതി വെക്കല്ലേ, M/EI ഡയഗ്രാം എന്ന് എഴുതി വെക്കണേ. ഇവിടെ മാർക്ക് ചെയ്യാൻ പറ്റുമോ? M/EI ഡയഗ്രാം. ഓക്കെ, 25 into 4 100 by 8. ഇവിടെ എന്തായാലും ഷുവർ ആയിരിക്കും. (100/EI) minus 100/EI. minus 100 ആണോ? സായിങ് അല്ലേ ചെയ്യുന്നു? അല്ല, ഓരോ ടോയിങ് minus 100/EI. ഓക്കെ, RA-RB ഒന്ന് പറയാമോ? RA അത് ഹോഗിങ് പ്രൊഫൈൽ ആണ്. ഇത് ഈ ഒരു ഓവറോൾ ഷേപ്പ് നോക്കിയാൽ മതി. ഹോഗിങ് പ്രൊഫൈൽ. ഞാനിവിടെ ഹോഗിങ്, ഇത്
ആരും ഒന്നും മിണ്ടുന്നില്ല. RA RB പറ. RA RB റോൾ നമ്പർ വിളിക്കണം. RB50 RB50 ആ RA-25 ഓക്കെ. RB50 RA-25 ഓക്കെ. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ഇനി TCA കണ്ടുപിടിക്കുക, TBA കണ്ടുപിടിക്കുക, CE വാല്യൂ എത്രയാണ് എന്ന് കണ്ടുപിടിച്ച് പറയുക. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ഇന്ന് ഇതിപ്പോ ബാക്കി ഡിസ്കസ് ചെയ്യുന്നില്ല. ഇപ്പൊ നിർത്തുക. മണി എത്രയും ഞാനിവിടെ നിർത്തുക. നമുക്ക് ഒരു 3 കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ സെയിം ലിങ്ക് തന്നെ, ഞാൻ മീറ്റിംഗ് ക്ലോസ് ചെയ്യുന്നില്ല. 3 കഴിയുമ്പോഴത്തേക്കും നമുക്ക് ലാബിന്റെ ഇത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ നിർത്തുക. ഞാൻ ഇത് സ്ക്രീൻ ഇങ്ങനെ നിന്നോട്ടെ. ഓക്കെ. അതെ, നിങ്ങൾ ഇന്നത്തെ ക്ലാസ് ഭയങ്കര റെസ്പോൺസ് ചെയ്യുന്നില്ല. നിങ്ങൾ തീരെ റെസ്പോൺസ് ഇല്ല ഇന്ന്. അപ്പം ഞാൻ ഈ മെത്തേഡ് ആയതുകൊണ്ട് എല്ലാവരും ഉഴപ്പി വിടുവാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഇല്ലാതില്ല. അത് വിളിക്കട്ടെ. ഓക്കെ, ഈ മെത്തേഡ് പഠിക്കുന്നില്ല എന്ന് തീരുമാനിച്ച ആരെങ്കിലും ഉണ്ടോ? ഓൾറെഡി ഞാൻ പഠിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞു ഈ മെത്തേഡ് എന്ന് അങ്ങനത്തെ ഡിസിഷൻ എടുത്ത ആരെങ്കിലും ഉണ്ടോ? ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഓക്കെ, ആരും ഒന്നും പറയാത്ത സ്ഥിതിക്ക് ഇത് ശരിയാവില്ല കേട്ടോ. ശരി, ഞാൻ മ്യൂട്ട് ചെയ്യുക. കുറച്ച് നേരത്തേക്ക് ഞാൻ വരാം. 3 മണിയാകുമ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ സമയത്ത് നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഫർദർ കണ്ടിന്യൂ ചെയ്യാം. നിങ്ങളുടെ ചോയ്സ് ആണ്.